പാലിയേക്കര മുതൽ അങ്കമാലി വരെ പ്രശ്നമാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയതുമാണ്. എന്തായാലും ശരിയാവണ്ണം ജനവികാരം കോടതി മുഖവിലേക്ക് എടുക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. സൂരജ്. ഹാഷ്മി, തീർച്ചയായും. അതായത് ഈ മണ്ണുത്തി ഇടപ്പള്ളി നാഷണൽ ഹൈവേയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് തീർത്തും ദുരിതപൂർണമാണ്. അതായത് പാലിയേക്കര കടന്ന് എത്തുന്നത് പുതുക്കാടേക്കാണ്. പുതുക്കാട്, അതോടൊപ്പം തന്നെ അവിടെ നിന്ന് പേരാമ്പ്ര, ഇതിനിടയിൽ കൊരട്ടിയുണ്ട്, ചിറങ്ങരയുണ്ട്. ഇവിടെയെല്ലാം കടന്നു കിട്ടണമെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാടാണ്. അതായത് മണിക്കൂറുകൾ നീളുന്ന ദുരിതയാത്രയാണ്. അശാസ്ത്രീയമായ നിർമ്മാണവും അതോടൊപ്പം തന്നെ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുമാണ് ജനങ്ങളെ ഈ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത്. ഇതോടുകൂടിയാണ് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ഷാജി കോടങ്കണ്ടത്ത്, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റായിട്ടുള്ള ജോസഫ് ടാജറ്റ് തുടങ്ങി നിരവധി ആളുകൾ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ഒരു ഇടക്കാല ഉത്തരവെങ്കിലും ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ആകട്ടെ ഈ പ്രശ്നപരിഹാരം കാണാം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. പലകുറി ഇതിനുവേണ്ടി ഹൈക്കോടതി സമയം അനുവദിച്ചതാണ്. 16 ദിവസവും അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ അനുവദിച്ചൊക്കെ നമ്മൾ പലതവണ കണ്ടതാണ്. അങ്ങനെ സമയം പലപ്പോഴും നീട്ടിക്കൊണ്ടുപോയ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇതുവരെയും ഈ വിഷയത്തിൽ പരിഹാരം കാണാനായിട്ടില്ല. ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ജില്ലാ കളക്ടർ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിട്ടതാണ്. പക്ഷേ ഉത്തരവിട്ട് 48 മണിക്കൂർ പോലും അത് നടപ്പാക്കാൻ ജില്ലാ കളക്ടർക്കായില്ല. അതിനു മുൻപ് തന്നെ ഉന്നതതല ഇടപെടൽ വന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപോലെ ഇടപെടലുണ്ടായാണ് കളക്ടറുടെ ആ ഉത്തരവ് അന്ന് കളക്ടർക്ക് മേൽ സമ്മർദ്ദം നടത്തിക്കൊണ്ട് ആ ഉത്തരവ് പിൻവലിക്കപ്പെട്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോടതി മാത്രമായിരുന്നു സാധാരണക്കാരന് മുന്നിലുണ്ടായിരുന്ന ഏക ആശ്രയം. അവിടെ കോടതിയിൽ നിന്ന് സാധാരണക്കാർക്ക് ടോൾ കൊടുത്ത് ആ ടോൾ ബൂത്ത് കടന്ന് ആ റോഡിലൂടെ ദുരിതയാത്ര അനുഭവിച്ചു പോകുന്ന ഓരോ യാത്രക്കാരനും അനുകൂലമായ ഒരു ഉത്തരവാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും നമ്മൾ ടോൾ നൽകുന്നത് ഈ ഉപയോഗിക്കുന്ന റോഡിന് വേണ്ടിയാണ്. അത് കാര്യക്ഷമമായിരിക്കണം. ആ റോഡിൽ വഴിവിളക്കുകൾ ഉൾപ്പെടെ വേണമെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി പോലും പറയുന്ന കാര്യം. അങ്ങനെ അടിസ്ഥാനപരമായി ഒരുക്കേണ്ട ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിമാനത്താവളത്തിലേക്ക് അടക്കം പോകേണ്ട യാത്രക്കാരെ സംബന്ധിച്ച മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിൽ കിടക്കുന്നു. വിമാനം പോലും നഷ്ടപ്പെട്ട പലരുടെയും ദുരിതക്കഥകൾ നമ്മൾ പലകുറി വാർത്തയാക്കിയതാണ്. അപ്പോഴും ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു കാര്യക്ഷമമായ ഇടപെടലും ഉണ്ടായില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർണായക ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, സൂരജ് പാലേക്കരയിലേക്ക് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലേക്കരയിലേക്ക് ഒന്ന് പോകണം. അവിടെ ഇല്ല സുന വെക്കുമല്ലോ, ഇങ്ങനെ അടച്ചു വെക്കുന്ന സാധനം. അപ്പോൾ അടച്ചു വെക്കുന്ന സാധനം അതിങ്ങനെ തുറന്നിരിക്കുന്നതും അതിന് താഴെ കൂടെ തടയപ്പെടാതെ വാഹനങ്ങൾ പോകുന്നതും കാണാനൊരു ആഗ്രഹം സൂരജ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ അതൊരു പോയായിരുന്നു. എനിക്ക് ഫാസ്റ്റാഗ് ഇല്ലാത്ത കാരണം 180 ഒന്ന് ജസ്റ്റ് തൃശ്ശൂർ പോയിട്ട് ഒരു അഡ്മിഷന് പോയതിന് കൊടുത്ത പൈസയാണത്. എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ നടുപൊടിഞ്ഞ് വണ്ടി ഇല്ലാതാക്കി പോയിട്ടാണ് അത്രയും പൈസ കൊടുത്തത്. അപ്പോൾ ഫാസ്റ്റാഗ് പിടിപ്പിക്കുക. എന്തായാലും 90 രൂപയ്ക്ക് നേരെ ഇരട്ടി രൂപ കൊടുക്കേണ്ടി വരും ഫാസ്റ്റാഗ് ഇല്ലാത്തവ. ഞാൻ പിടിപ്പിക്കാൻ തീരുമാനിച്ചു. വിഷ്ണു സുരേഷ് തുടർന്ന്. വിഷ്ണു, ഈ പാലിയേക്കർ അല്ലെങ്കിൽ തന്നെ അവർ നിർമ്മാണ ചെലവിൻ്റെ 6 ഇരട്ടി ഒക്കെ പണം ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ എന്ന കണക്കൊക്കെ നേരത്തെ വന്നതാണ്. ഇതിനോടകം തന്നെ നിർമ്മാണ ചെലവിൻ്റെ പണമൊക്കെ അവർ ഈടായി കഴിഞ്ഞു എന്നൊക്കെ വാർത്തകളൊക്കെ നേരത്തെ വന്നതാണ്. എങ്കിൽ കൂടിയും 4 ആഴ്ച എന്ന് പറയുന്നത് അവർക്കുണ്ടാക്കുന്നത് കോടികളുടെ നഷ്ടമാണ്. അപ്പോൾ ഈ 4 ആഴ്ച കൊണ്ട് ഇതുവരെ കുഞ്ഞു കളിച്ചതുപോലെ നിൽക്കാതെ ആ പണി വേഗം പൂർത്തിയാക്കി യാത്ര സുഗമമാക്കും എന്ന് പ്രതീക്ഷിക്കാമല്ലേ വിഷ്ണു? ഹാഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൈക്കോടതി ഹർജി പരിഗണിച്ചപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ആവർത്തിച്ച് പറഞ്ഞത് അവിടെ ഒരു പ്രശ്നവുമില്ല, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വരികയാണ്. ആകെ പ്രശ്നമുള്ളത് 2.8 കിലോമീറ്റർ മാത്രമാണ് ഈ ഗതാഗത കുരുക്കും റോഡിലെ പ്രശ്നങ്ങളും ഉള്ളത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്രോച്ച് റോഡുകളും സർവീസ് റോഡുകളും ഒക്കെ നവീകരിച്ചുകൊണ്ടാണ് ആ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുന്നത്. ഒപ്പം ചീഫ് സെക്രട്ടറി തരത്തിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. PWD, തദ്ദേശ വകുപ്പ്, അതോടൊപ്പം റവന്യൂ വകുപ്പ് എല്ലാവരെയും ചേർത്തൊരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതുകൂടി പരിഗണിച്ച് അതിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാം. ആദ്യം അത് 2 ആഴ്ചയായിരുന്നു, പിന്നീട് അത് 3 ആഴ്ചയായി, ഏറ്റവും ഒടുവിൽ 4 ആഴ്ചയായി. പക്ഷേ ഈ ആഴ്ചകളൊക്കെ പിന്നിടുന്നതല്ലാതെ അവിടെ ഒരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടായിരുന്നില്ല. അവിടെ ഈ മഴ ശക്തമായ പശ്ചാത്തലത്തിൽ ഗതാഗത കുരുക്ക് കൂടിക്കൂടി വരികയാണ്. ആദ്യം 1 മണിക്കൂറായിരുന്നു കുരുക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 3-4 മണിക്കൂറൊക്കെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കൊക്കെ പോകാൻ വേണ്ടി ആളുകൾ മെനക്കെടുന്നു. ഇത് ഹൈക്കോടതി പലതവണ ആവർത്തിച്ചു. ഹൈക്കോടതി വളരെ ക്ലിയറായി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ അവിടെ ടോൾ പിരിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുക, അത് ജനങ്ങളുടെ മേലൊരു ബേർഡനായി മാറ്റരുത് എന്ന് വളരെ ക്ലിയറായി ഹൈക്കോടതി കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞിരുന്നു. അതിനെല്ലാം NHAI മറുപടിയും നൽകി. പക്ഷേ നിലവിൽ ഹൈക്കോടതിക്ക് മനസ്സിലായി അവിടെ കൃത്യമായ ഒരു നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ഒരു പണിയും നടക്കുന്നില്ല, ജനങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണെന്ന്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ നിലവിൽ താൽക്കാലികമായി 4 ആഴ്ചത്തേക്ക് ഈ ടോൾ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഈ നടപടി, ഈ റോഡിന്റെ നിർമ്മാണങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും ഒക്കെ തുടർന്നു പോവുകയാണെങ്കിൽ ഈ 4 ആഴ്ച എന്നുള്ളത് ഇനിയും നീളുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറക്കും. ഇടക്കാല ഉത്തരവാണ്. അതിന്റെ കോപ്പി ഇപ്പോൾ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുമെന്ന് കോടതി വാക്കാൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാഷണൽ ഹൈവേ അതോറിറ്റിയെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയാണ്. അതായത് തൃശൂർ കളക്ടർ അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിമുട്ട്, ഈ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ഈ ടോള് 7 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കുന്നു. പക്ഷേ 48 മണിക്കൂറിനകം തന്നെ ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വരുന്നു. അത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കാൻ കളക്ടർക്ക് അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിന്നീട് ആ ഉത്തരവ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി. പക്ഷേ ഇപ്പോൾ കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം, കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ആ വഴി സഞ്ചാരയോഗ്യമാക്കിയ ശേഷം മാത്രം ടോൾ പിരിക്കുക. അത് സാമാന്യമായ അവർ ചെയ്യേണ്ട ഒരു പ്രവർത്തനം മാത്രമാണ്. കാരണം ഇപ്പോൾ തന്നെ കോടികൾ അവിടെ നിന്ന് പിരിച്ചു കഴിഞ്ഞു. അവിടുത്തെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഇടി റെയ്ഡ് അടക്കം അവിടെ നടന്നതാണ്. അതൊക്കെ നമുക്ക് മുൻപിലുണ്ട്. അപ്പോഴും അവർ ഈ മോശപ്പെട്ട റോഡിലും ടോൾ പിരിക്കാൻ കാണിക്കുന്നത് അത് ശരിക്കും മനുഷ്യത്വ വിരുദ്ധം എന്ന് തന്നെ പറയാം. അത് സഞ്ചാര സ്വാതന്ത്ര്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന നടപടിയാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ വിഷയങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്രയും സുപ്രധാനമായ ഒരു നീക്കത്തിലേക്ക് പോയത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.